14 വർഷത്തെ വിദേശത്തെ സേവനത്തിനു ശേഷം കേരളത്തിലെത്തിയ യുവസന്യാസിനി കണ്ണൂരിൽ കണ്ട ഒരു കപ്പ്യാരുടെ കഥയാണിത്. സിസ്റ്റർ സോണിയ തെരേസാണ് ഈ അനുഭവം പങ്കുവയ്ക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള തിരിച്ചുവരവിനെക്കുറിച്ച് ഒരു ചെറു വിവരണം എഴുതിയാലേ ഈ ജീവിതാനുഭവം കുറിക്കാൻ എനിക്കൊരു എൻട്രി ലഭിക്കുകയുള്ളൂ. ഏകദേശം 14 വർഷത്തെ ഇറ്റലിയിലെ പരദേശവാസത്തിന് ശേഷം 2023 മെയ് മാസത്തിലാണ് ഞാൻ കേരളത്തിലേക്ക് ട്രാൻസ്ഫറായി തിരിച്ചെത്തിയത്. തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ ചീക്കാട് ഇടവകയായിരുന്നു എൻ്റെ പുതിയ സേവന മേഖല. കണ്ണൂർ ജില്ലയിലേക്കാണ് ട്രാൻസ്ഫർ എന്ന് കേട്ടതേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വലിയ ഭയമായി. കാരണം പണ്ടൊക്കെ കേട്ടിരുന്ന ബോംബ് സ്ഫോടനങ്ങളാണ് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയത്. എന്നാൽ എൻ്റെ ഉൾഭയം മറ്റൊന്നായിരുന്നു. ചീക്കാട് ശരിക്കും കർണാടകയുടെ അതിർത്തിയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. അതും നിഷ്കളങ്കരായ വിശ്വാസികളുള്ള സ്ഥലം. ഒത്തിരിക്കാലം യൂറോപ്പിൽ ജീവിച്ചിട്ട് ചീക്കാട് പോലെയുള്ള ഒരു ഗ്രാമത്തിൽ ചെന്ന് ഞാൻ എന്തെല്ലാം പുകിലൊപ്പിക്കും എന്നതായിരുന്നു എൻ്റെ ഭയം. കാരണം ഇടുക്കിയിൽ ഞങ്ങൾ നിഷ്കളങ്കമായി ഉപയോഗിക്കാറുള്ള ചില വാക്കുകൾ കണ്ണൂർ ജില്ലയിൽ സംസ്കാരശൂന്യമായ പദങ്ങളായിരുന്നു. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണല്ലോ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ചീക്കാട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ചീക്കാട് പള്ളി ഉണ്ണീശോയുടെ ഒരു തീർത്ഥാടന ദേവാലയമായിരുന്നു എന്നതിനാൽ ഒത്തിരി തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ ഭയന്നിരുന്നത് പോലെയുള്ള ഒരു സ്ഥലമായിരുന്നില്ല അത്. ഒത്തിരി നല്ല ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ ഈശോയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പുതിയ സ്ഥലവുമായി ഇഴുകിച്ചേർന്നു. എങ്കിലും എൻ്റെ ഇറ്റാലിയൻ ചുവയുള്ള മലയാളവും പിന്നെ ചില ഇടുക്കി ശൈലിയിലുള്ള നാടൻ വാക്കുകളും നാട്ടുകാർക്ക് ചിരിക്കാൻ വകയുണ്ടാക്കി കൊടുത്തു. 135 വീട്ടുകാർ മാത്രമുള്ള ആ കൊച്ചു ഇടവകയിലെ എല്ലാ വീടുകളും വികാരിയച്ഛനും മറ്റ് സിസ്റ്റേഴ്സിനുമൊപ്പം ഒറ്റ മാസത്തിൽ കയറിയിറങ്ങി. സ്പോർട്സുകാരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 20 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇതുപോലത്തെ കുന്നുകളും താഴ്വരകളും ഞാൻ താണ്ടുന്നത്. അല്പം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു എന്നതിനാൽ ഒരു തരത്തിൽ ഏന്തി വലിഞ്ഞാണ് ആ കുന്നുകൾ കയറി ഇറങ്ങിയത്. എങ്കിലും ആ ഇടവകയിലെ എല്ലാവരെയും വ്യക്തിപരമായി പരിചയപ്പെടാനും ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിച്ചത് ഒരു വലിയ നല്ല അനുഭവമായിരുന്നു. അങ്ങനെ നടത്തിയ ഭവന സന്ദർശനത്തിനിടയിലാണ് ചീക്കാട് ഉണ്ണീശോ പള്ളിയിലെ പഴയ കപ്പ്യാരായിരുന്ന ജോസഫ് വടക്കേ മുറിയുടെ വീട്ടിലെത്തുന്നതും അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥ അടുത്തറിയുന്നതും. നാട്ടുകാർ സ്നേഹത്തോടെ ഔസേപ്പച്ചൻ ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും നല്ല കപ്പ്യാർ എന്ന് പേരെടുത്ത ഔസേപ്പച്ചൻ ചേട്ടൻ 18 വർഷത്തോളം ചീക്കാട് ഉണ്ണീശോ പള്ളിയിൽ ആത്മാർപ്പണത്തോടെ സേവനം ചെയ്തു. 2020 തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും നല്ല കപ്പ്യാർ എന്ന ബഹുമതി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് കൊറോണ എന്ന മഹാമാരി വില്ലന്റെ വേഷത്തിൽ കടന്നു വരുന്നത്. രൗദ്രഭാവത്തോടെ തന്നെ കീഴടക്കാൻ ശ്രമിച്ച കൊറോണയെ ഔസേപ്പച്ചൻ ചേട്ടൻ ഉണ്ണീശോയുടെ കരങ്ങളിൽ അള്ളിപ്പിടിച്ച് തന്റെ മനോബലത്താൽ കീഴടക്കി. നല്ലൊരു കർഷകൻ കൂടിയായ ഔസേപ്പച്ചൻ ചേട്ടൻ പിന്നീടങ്ങോട്ട് നാളുകളായി തന്റെ ഉള്ളിൽ സ്വരുക്കൂട്ടിയ ഒരു പുതിയ ഭവനം ഉണ്ടാക്കണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഓട്ടത്തിലായിരുന്നു. 2022 ഫെബ്രുവരി മാസമായപ്പോൾ പുതിയ ഭവനത്തിന്റെ പണികൾ ഒക്കെ ഏകദേശം തീരാറായി. ഈസ്റ്ററിനു ശേഷം പുതിയ വീടിന്റെ വെഞ്ചരിപ്പും ആർമിയിലുള്ള ഇളയ മകൻ ജെറിന്റെ വിവാഹവും ഒരുമിച്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. പക്ഷേ അപ്രതീക്ഷിതമായി പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റ് ഔസേപ്പച്ചൻ ചേട്ടന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. കഠിനാധ്വാനിയായ അദ്ദേഹം അടയ്ക്ക പറിക്കുന്നതിനിടയിൽ കമുകിൽ നിന്ന് കാലിടറി താഴെ വീണു. ആ വീഴ്ചയിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടപ്പിലായി. അവധിക്ക് ശേഷം വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന മൂത്ത മകൻ റോബിൻ തന്റെ ജോലി ഉപേക്ഷിച്ച് അപ്പനെ ശുശ്രൂഷിക്കാൻ ആസ്പത്രികൾ കയറിയിറങ്ങി. ജാതിമത ഭേദമന്യേ നാട്ടുകാർ എല്ലാവരും വിലമതിച്ചിരുന്ന തങ്ങളുടെ സ്വന്തം കപ്പ്യാരുടെ ജീവിതത്തിലുണ്ടായ ഈ ദുരിതത്തിൽ അകമേയും പുറമേയും പലരും ദൈവത്തെ പഴിച്ചു. എങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ പഴിക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ ഔസേപ്പച്ചൻ ചേട്ടൻ തുനിയാത്തതാണ് അദ്ദേഹത്തിന്റെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിന്റെ മാറ്റുകൂട്ടിയത്. മനസ്സും ശരീരവും തളർന്നു കിടക്കുന്ന അവസ്ഥയിലും വീണ്ടും കഷ്ടകാലം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തല്ലിച്ചതച്ച് തരിപ്പണമാക്കാൻ പരിശ്രമിച്ചു. എങ്കിലും ആ പരീക്ഷണങ്ങളെയെല്ലാം അദ്ദേഹം തന്റെ പേരിന്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ സമചിത്തതയോടെയും ക്ഷമയോടെയും ദൈവാശ്രയ ബോധത്തോടെയും നേരിട്ടുകൊണ്ടിരുന്നു. തന്റെ പ്രിയതമന്റെ ദുരന്തയാത്രയിൽ രോഗിണിയായ പ്രിയതമ ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഭർത്താവ് പകർന്നു നൽകിയ അചഞ്ചലമായ വിശ്വാസവും ശാന്തതയും മോളിച്ചേച്ചിയെ കൂടുതൽ ശക്തിപ്പെടുത്തി. ശരീരത്തിനും മനസ്സിനുമേറ്റ സ്വന്തം വേദനകൾ മറന്ന് മോളിച്ചേച്ചിയും തന്റെ പ്രിയതമനോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. സത്യത്തിൽ പഴയ നിയമത്തിലെ ജോബിന്റെ അതേ സാഹചര്യത്തിൽ കൂടിയാണ് അടിയുറച്ച ദൈവവിശ്വാസിയായ ഈ കപ്പ്യാർ കടന്നു പോകുന്നത്. ചലനമറ്റ ശരീരവുമായി കിടക്കയിലായിരിക്കുമ്പോഴും ഔസേപ്പച്ചൻ ചേട്ടന്റെ ഹൃദയം സ്പന്ദിച്ചിരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെയും മറ്റനവധി ആളുകളുടെയും പ്രാർത്ഥനയുടെയും അതുപോലെ നിരവധി ചികിത്സകളുടെയും ഫലമായി 1.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരസഹായത്താൽ വീൽ ചെയറിൽ ഇരിക്കാറായി. ഒരു ദിവസം പുതിയ വികാരി ജോമിഷ് നൂറൻമാക്കൽ അച്ഛന്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റർ ലിസ് മരിയയും ഞാനും കൂടി ഔസേപ്പച്ചൻ ചേട്ടന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തെ കൊന്ത കെട്ടാൻ പഠിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ കൊന്ത കെട്ടാൻ പഠിച്ച അദ്ദേഹം ഇന്ന് 100 കണക്കിന് കൊന്തകൾ അനേകായിരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടാക്കുന്നു.
നാളുകൾ ചലനമറ്റിരുന്ന ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ സ്പന്ദിച്ചു തുടങ്ങി. അതിന്റെ ഫലമായി കഠിനമായ വേദന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊന്തകെട്ടി ആത്മാക്കളെ രക്ഷിക്കണം എന്ന പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കൊന്തകളെല്ലാം തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഇടവകയുടെ സ്റ്റാളിൽ കൊണ്ടുവച്ച് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ ഒരു വരുമാനവും ലഭ്യമാകുന്നു. 18 വർഷക്കാലം ഉണ്ണീശോയുടെ ദേവാലയത്തിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദിവ്യബലിക്കുള്ള കാര്യങ്ങളെല്ലാം അതിവിശുദ്ധിയോടെ സജ്ജീകരിച്ചിരുന്ന ഈ വിശ്വസ്തനായ കപ്പ്യാരുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയോടുള്ള അഭിവാഞ്ച ഇല്ലാതാക്കാൻ ഒരു ദുരന്തത്തിനും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവസ്നേഹത്തിൽ നിന്ന് ആര് തന്നെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ? ദിവ്യകാരുണ്യത്തോടുള്ള അടങ്ങാത്ത ദാഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന അപ്പന്റെ ആഗ്രഹം മനസ്സിലാക്കിയ മകൻ റോബിനും ഭാര്യയും അദ്ദേഹത്തിന്റെ പഴയ സ്കൂട്ടർ അദ്ദേഹത്തിന് യാത്ര ചെയ്യാവുന്ന തരത്തിൽ മോഡിഫൈ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ 1 വർഷത്തോളമായി ഔസേപ്പച്ചൻ ചേട്ടൻ മഴയില്ലാത്ത എല്ലാ ദിവസവും തന്റെ സ്കൂട്ടറിൽ ദിവ്യബലിക്കായി ഉണ്ണീശോയുടെ ആലയത്തിലേക്ക് കടന്നുവരുന്നു. നിർഭാഗ്യവശാൽ ആ സ്കൂട്ടർ ദേവാലയത്തിനുള്ളിലേക്ക് കടത്താൻ സാധിക്കാത്തതിനാൽ മോണ്ടടത്തിൽ ഇരുന്ന് അദ്ദേഹം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് വികാരിയച്ഛൻ അദ്ദേഹത്തിനടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്യുന്നു. മഴയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് സ്കൂട്ടർ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലെല്ലാം ജീവശ്വാസത്തിന് വേണ്ടി കരയിൽ കിടന്ന് പിടയുന്ന ഒരു മത്സ്യത്തിന്റെ അതേ അവസ്ഥയാണ് ഔസേപ്പ് ചേട്ടന്റെ ഹൃദയവും. കിടക്കയിൽ നിന്ന് എന്നെ ഇത്രയും വഴി നടത്തിയ ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകും എന്ന പ്രത്യാശയാണ് അദ്ദേഹത്തെ ഇന്ന് കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. ചീക്കാടുകാരുടെ മാത്രമല്ല, ഉണ്ണീശോയുടെ അനുഗ്രഹം തേടി വന്നുകൊണ്ടിരിക്കുന്ന അനേകായിരം വിശ്വാസികൾക്കും പ്രിയങ്കരനായ കപ്പ്യാരുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഇന്ന് അനേകർക്ക് ദൈവത്തിലേക്ക് തിരികെ നടക്കാൻ പ്രചോദനം നൽകുന്നു. മനസ്സും ശരീരവും ബലമുള്ളവരായിരുന്നിട്ടും നിരുത്സാഹത്തിന്റെയും ഒപ്പം കാലം സമ്മാനിച്ച നിസ്സംഗതയുടെയും ഫലമായി വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയോ വില കൽപ്പിക്കുകയോ ചെയ്യാത്ത ആയിരങ്ങൾക്ക് ഈ കപ്പ്യാരുടെ ജീവിത മാതൃക ഒരു പ്രചോദനമാവട്ടെ. പ്രത്യേകിച്ച് ദിവ്യരക്ഷകന്റെ ജനന തിരുനാളിന് ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ തണുത്തുറഞ്ഞ മനസ്സുകളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കട്ടെ എന്ന ആശംസകളോടെ സ്നേഹപൂർവ്വം സിസ്റ്റർ സോണിയ തെരേസ് DSJ.